ഹായ്, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു ടോപ്പിക് ഡിസ്കഷനുമായിട്ടാണ്. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കമ്പ്യൂട്ടർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അല്ലെങ്കിൽ കൂടുതൽ ഇൻഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സെക്ഷനാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കാരണം ടോപ്പിക്ക് കുറച്ച് വാസ്റ്റാണ് എങ്കിൽ പോലും ഒരു നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം പ്രിപ്പയർ ചെയ്ത് ടാക്കിൾ ചെയ്യാൻ പറ്റും. സോ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ആ പേരിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അബൌട്ട് ഡേറ്റാസ്. അതായത് ഇൻഫോർമേഷൻ, ഡേറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, സോ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എങ്ങനെ റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ നേരിടേണ്ടത്. ഓക്കെ, സോ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫോർമേഷൻ, എന്താണ് ഡേറ്റാബേസ്. സോ ഡേറ്റയും ഇൻഫോർമേഷനും ഒന്നാണോ? സോ ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒന്നല്ലേ, ഡേറ്റയും ഇൻഫോർമേഷനും ഒന്നാണ് എന്നാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ അല്ല. ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആണ്. ദാറ്റ് ഈസ് റോ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. കുറച്ച് ഡേറ്റ, ഇപ്പോൾ 45 എന്ന് പറയുന്ന ഒരു നമ്പർ, ദാറ്റ് ഈസ് എ ഡേറ്റ. ഇപ്പോൾ ജോൺ എന്ന് പറയുന്ന ഒരു പേര്, ദാറ്റ്സ് എ ഡേറ്റ. അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. ഇറ്റ്സ് റോ ഫാക്ട്സ്. പ്രത്യേകിച്ച് അങ്ങനെ നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള ഒരു മീനിങ് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തവയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നതാണ് പ്രോസസ്ഡ് ഡേറ്റ ദാറ്റ് ഇസ് മീനിങ് ഫുൾ. ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് അതിനൊരു മീനിങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് നമ്മളൊരു മീനിങ് കൊടുക്കുകയാണ്. ഐ ആം 45 years old, അതൊരു ഇൻഫോർമേഷനാണ്. സോ ഇതിൽ ഡേറ്റയും ഇൻഫോർമേഷൻ എന്ന് പറയുന്നതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഡേറ്റ എന്ന് പറഞ്ഞാൽ റോ ഫാക്ട്സ് ആണ്. ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റയെ നമുക്ക് മീനിങ് ഫുൾ ആക്കാനായിട്ട് ഒരു ടെക്നിക്കുണ്ട്. സോ ഇപ്പോൾ അതിനെ നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷിലാണ് അത് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർ രീതിയിൽ എഴുതുമ്പോഴാണ് അത് മീനിങ് ഫുൾ ആവുന്നത്. സോ ജോൺ സ്കോർഡ് 45 marks, അതിനൊരു പ്രത്യേക മീനിങ് ഉണ്ട്. സെപ്പറേറ്റ് ഞാൻ ജോൺ എന്നും 45 എന്നും എഴുതുവാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് മീനിങ് ഉണ്ടോ? ഇല്ല. ജോൺ എന്ന് പറയുന്നത് ഒരാളുടെ പേര്, 45 എന്ന് പറയുന്നത് എന്തോ ഒരു നമ്പർ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഡേറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയി. നെക്സ്റ്റ് ഇസ് ഡേറ്റാബേസ്. ഒരുപോലെ അർത്ഥം വരുന്ന അല്ലെങ്കിൽ ഒരുപോലത്തെ രീതിയിലുള്ള ടൈപ്പിലുള്ള ഡേറ്റയെ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ ഡേറ്റാബേസ്. ടെക്നിക് മീൻസ് ആ ഒരു കളക്ഷനെയാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. സോ ലോജിക്കലി റിലേറ്റഡ് ഡേറ്റാസിനെ ഒരുമിച്ച് ഒരു കളക്ഷനാക്കി സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. സോ എന്തിനാണ് ഇവരെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത്? നമുക്ക് പെട്ടെന്നൊന്ന് ഒരാളെ എടുക്കണം, ഒരാളുടെ പേരുകൾ മാത്രം നമുക്ക് എടുക്കണം. സോ നമുക്ക് ഡേറ്റാബേസ് യൂസ് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ ആ ഒരു ഫീൽഡിനകത്തെ നമ്പേഴ്സ് മാത്രം നമുക്ക് റിട്രീവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഡേറ്റാബേസ് യൂസ് ചെയ്യാം. സോ ഈസി റിട്രീവൽ ആൻഡ് പ്രോപ്പർ മാനേജ്മെൻറ്റ്, ഈ ഒരു ഇതിനു വേണ്ടിയാണ് നമ്മൾ ഡേറ്റാബേസ് എന്ന് പറയുന്ന കളക്ഷൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, എ സ്റ്റുഡൻറ്റ് ഡേറ്റാബേസ് കണ്ടെയ്ൻസ് ടേബിൾസ് ഫോർ സ്റ്റുഡൻസ്, കോഴ്സസ് ആൻഡ് മാർക്സ്. ഒരു സ്റ്റുഡൻറ്റ് ഡേറ്റാബേസ് ആണെങ്കിൽ അതിനകത്ത് സ്റ്റുഡൻസിൻ്റെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ ടേബിൾ കാണും, അതുപോലെ തന്നെ കോഴ്സസ് സ്റ്റോർ ചെയ്യാൻ ടേബിൾ കാണും. സോ ഇതിനെയൊക്കെ ഡേറ്റാബേസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, ടപ്പിൾ. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ടീച്ചർ, അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ്. അതിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ആട്രിബ്യൂട്ട്. ഈ പറഞ്ഞ എൻറ്റിറ്റിക്ക് എന്തെങ്കിലും ഒരു ഫീച്ചർ കാണും. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റിന് എന്തുണ്ട്? റോൾ നമ്പർ ഉണ്ട്, മാർക്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്ത കോഴ്സ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റിന് നിശ്ചയിക്കപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി, ഇതിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. സോ ഓരോ എൻറ്റിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ഇതാണ് എൻറ്റിറ്റിയും ആട്രിബ്യൂട്ടും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ടപ്പിൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടേബിളിനകത്താണ് നമ്മൾ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ID, നെയിം, ക്ലാസ് 1, 2,
103 അല്ലെങ്കിൽ 101, 201, 301. രവി 89. ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ റോയെയും വിളിക്കുന്ന പേരാണ് ടപ്പിൾ. ഇതൊരു സ്റ്റുഡൻറ്റ് ടേബിൾ ആണെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതാണ് എൻറ്റിറ്റി. ടപ്പിൾ എന്ന് പറയുന്നത് ഓരോ റോയെയും നമ്മൾ വിളിക്കുന്നത് ഇറ്റ്സ് ടപ്പിൾ. അപ്പോൾ ആട്രിബ്യൂട്ട് എന്താണ്? ഐ ഡി ഒരു ആട്രിബ്യൂട്ടാണ്, നെയിം ഒരു ആട്രിബ്യൂട്ടാണ്, ക്ലാസ് ഒരു ആട്രിബ്യൂട്ടാണ്. സോ ഇതിനെയാണ് ബേസിക് ആയിട്ട് എൻറ്റിറ്റി, ആട്രിബ്യൂട്ട് ആൻഡ് ടപ്പിൾ. നെക്സ്റ്റ്, ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോപ്പർ ആയിട്ടുള്ള എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, ടപ്പിൾ. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് ഉള്ള ഫീച്ചേഴ്സാണ് സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റിൻ്റെ ഏജ്, സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്. ഇവരെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഓരോ സ്റ്റുഡൻറ്റിനെയും അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് ആ ടേബിളിൽ നിന്ന് എടുക്കുന്നതിനെയാണ് ടപ്പിൾ എന്ന് പറയുന്നത്. സോ ഇതാണ് എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, ടപ്പിൾ. ഇവിടെ 101 എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ഐ ഡി, ഏജ് 14, ക്ലാസ് 8A എന്ന് പറയുന്നത് ഒരു ടപ്പിളാണ്. ആ ഒരു കംപ്ലീറ്റ് എൻട്രിയെയാണ് ടപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആ ഒരു റിയൽ വേൾഡ് ഒബ്ജക്റ്റിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് കീസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഫോറിൻ കീ, നിങ്ങളിൽ പലരും ഫോറിൻ കീ, പ്രൈമറി കീ. സോ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് കേൾക്കുന്നത്, പ്രൈമറി കീ ആൻഡ് ഫോറിൻ കീ. പക്ഷേ ഇത് മാത്രമല്ല, വി ഹാവ് എ ലോട്ട് ഓഫ് അതർ കീസ് ഇൻ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്ന് പറഞ്ഞാൽ സൂപ്പർ കീസ് ഉണ്ട്, കാൻഡിഡേറ്റ് കീസ് ഉണ്ട്. സോ ഇതൊക്കെ എന്താണ് എന്ന് പ്രോപ്പറായിട്ട് ഉള്ള ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ പോകണം. സോ എന്തിനാണ് നമുക്ക് കീസ് യൂസ് ചെയ്യുന്നത്? ഒരു ടേബിളിനകത്തെ റെക്കോർഡ്സിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിൽ കുറേ സ്റ്റുഡൻസ് ഉള്ളൊരു ക്ലാസ് ആണെങ്കിൽ റോൾ നമ്പർ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റുഡൻറ്റിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു റോൾ നമ്പർ എന്ന് പറയുന്നത്. സോ അതൊരു കീ ആണ്. എന്ത് ടൈപ്പ് ഓഫ് കീ ആണ് എന്നുള്ളത് നമുക്ക് വരും സെഷൻസിൽ നോക്കാം. സോ ഈ ഒരു കീ എന്തിനാണ്? ഇപ്പം ആ ക്ലാസ്സിൽ ഇപ്പം അഭിജിത്ത് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് കോൾ ചെയ്യണം. സോ നമുക്ക് ആളുടെ പേരിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ പറയുന്നത് എന്താണ്? റോൾ നമ്പർ വെച്ചിട്ട് നമ്മൾ കോൾ ചെയ്യും. ഓക്കെ, സോ ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് കീസ് ഉണ്ടെന്ന് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് സൂപ്പർ കീ. ഒന്നോ അതിൽ കൂടുതലോ ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു എൻറ്റിറ്റിയുടെ ഫീച്ചർ. ഒന്നോ ഒന്നിലധികമോ ആട്രിബ്യൂട്ട്സ്, അതിനകത്തെ ടപ്പിളിനെ, ടപ്പിൾ എന്ന് പറഞ്ഞാൽ ഓരോ എൻട്രി നമ്മൾ ഓൾറെഡി കണ്ടു, ആ ടപ്പിളിനെ എടുത്തുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ അതിനെയാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. സൂപ്പർ കീ ഒരെണ്ണമാകാം, ഒന്നിൽ കൂടുതലാകാം. ഓക്കെ, ഒരെണ്ണമാകണമെന്ന് നിർബന്ധമില്ല. ഒന്നോ ഒന്നിലധികമോ ആട്രിബ്യൂട്ട്സ് ഒരു ടപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് സൂപ്പർ കീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്. റോൾ നമ്പർ, നെയിം, ഇമെയിൽ. സോ ദിസ് ഇസ് എ ടേബിൾ. ഇതിനകത്ത് റോൾ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ആ ഒരു ടപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാം. ഇപ്പോൾ റോൾ നമ്പർ 1 എന്ന് പറഞ്ഞാൽ അത് യുണീക്കായിട്ട് 1 എന്ന് പറയുന്ന ആളെ മാത്രമേ പിക്ക് ചെയ്യത്തുള്ളൂ. ഇനി റോൾ നമ്പറും നെയിമും കൂടെ ആയാലോ, അതും യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യും. റോൾ നമ്പർ 1 അഖിൽ എന്ന് പറഞ്ഞാൽ ആ 1 അഖിൽ, അത് രണ്ടും നമുക്ക് വേണമെങ്കിൽ ആ ടപ്പിളിനെ റിസീവ് ചെയ്യാം അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വരാം. നെക്സ്റ്റ് ഈസ് റോൾ നമ്പർ ആൻഡ് ഇമെയിൽ. നമുക്കറിയാം ഇമെയിൽ എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ഇപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി വേറൊരാൾക്ക് എടുക്കാൻ പറ്റില്ല. സോ ജിമെയിൽ അക്കൗണ്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ദിസ് ഇമെയിൽ ഐ ഡി ഹാസ് ഓൾറെഡി ബീൻ ടേക്കൺ എന്ന് പറഞ്ഞാൽ അത് യുണീക്കാണ്. നമ്മൾ ഓൾറെഡി ഒരാളത് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കത് യുണീക്കാണ്. സോ റോൾ നമ്പറും ഇമെയിലും വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ടപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇതെല്ലാം സൂപ്പർ കീസ് ആണ്. ഒന്നോ ഒന്നിലധികമോ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമുക്കൊരു ടപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമൽ സൂപ്പർ കീ. അപ്പോൾ സൂപ്പർ കീ എന്താണ് എന്നുള്ളത് മനസ്സിലായി. സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ ഒന്നോ ഒന്നിലധികമോയാണ്. പക്ഷേ കാൻഡിഡേറ്റ് കീ അങ്ങനല്ല, മിനിമൽ സൂപ്പർ കീ. ഇപ്പോൾ ഒരു സൂപ്പർ കീ ഉള്ളെങ്കിൽ ആ സൂപ്പർ കീ മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ടോ എക്സ്ട്രാ ആയിട്ടോ ആട്രിബ്യൂട്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതും യുണീക്ലി ഐഡൻറ്റിഫൈസ് എ ടപ്പിൾ.
ഒരു ടപ്പിളിനെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റോൾ നമ്പർ എന്ന് പറയുന്നൊരു ഫീൽഡ്, അത് എലോൺ മതി നമുക്കൊരു ടപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. റോൾ നമ്പറും നെയിമും കൂടെ വേണമെന്ന് നിർബന്ധമില്ല, ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. ഇപ്പോൾ റോൾ നമ്പർ തന്നെയാണെങ്കിലും സൂപ്പർ കീ ആണ്, റോൾ നമ്പറും നെയിമും കൂടെ ആണെങ്കിലും സൂപ്പർ കീ ആണ്. പക്ഷേ റോൾ നമ്പർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ടപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്യാനെങ്കിൽ ദാറ്റ് ഈസ് എ കാൻഡിഡേറ്റ് കീ. ഓക്കെ, അപ്പോൾ ഒരു ടേബിളിന് ഒന്നോ ഒന്നിലധികമോ കാൻഡിഡേറ്റ് കീ ആവാം, പക്ഷേ ഒരെണ്ണമേ ആ ഒരു കീയിൽ ഉൾപ്പെടുത്തുള്ളൂ. ഇപ്പം റോൾ നമ്പർ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് കീ. ഇമെയിൽ തന്നെ വേണമെങ്കിൽ നമുക്കൊരു യൂണീക്ലി ഐഡൻറ്റിഫൈങ് കീ ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷേ അത് ഒരെണ്ണമേ കാൻഡിഡേറ്റ് കീയിൽ വരത്തുള്ളൂ. ഓക്കെ, അതായത് സൂപ്പർ കീസിൽ ഐഡിയും വരാം നെയിമും വരാം, ഇങ്ങനത്തെ കോമ്പിനേഷൻ ഈസ് പോസിബിൾ. പക്ഷേ കാൻഡിഡേറ്റ് കീക്കകത്ത് ഇത് പോസിബിൾ അല്ല, ഒന്നെങ്കിൽ ഐ ഡി മാത്രം അല്ലെങ്കിൽ നെയിം മാത്രം. സോ ഈ രണ്ട് കോമ്പിനേഷൻസ് പറ്റില്ല. സിംഗിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോരോ കാൻഡിഡേറ്റ് കീ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രൈമറി കീ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കീ ആണ്. ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓടി വരുന്നത് പ്രൈമറി കീ എന്താണെന്നാണ്. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് കീ ആണ്, കാരണം യുണീക്ലി പ്രൈമറി കീ ഇസ് എ കീ ദാറ്റ് യുണീക്ലി ഐഡൻറ്റിഫൈസ് എ ടപ്പിൾ. സോ കാൻഡിഡേറ്റ് കീയും അത് തന്നെയല്ലേ ചെയ്യുന്നത്? അതെ, നമ്മൾ ഈ കാൻഡിഡേറ്റ് കീയിൽ ഏതെങ്കിലും ഒരു കീയെ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഐ ഡി, നെയിം, ഇമെയിൽ, ഇത്രയും ഫീൽഡ്സ് ഉണ്ട്. ഇതൊരു ഐ ഡി ഒരു കാൻഡിഡേറ്റ് കീ ആണ്, നെയിം ഒരു കാൻഡിഡേറ്റ് കീ ആണ്, ഇമെയിൽ ഒരു കാൻഡിഡേറ്റ് കീ ആണ്. ഇതെല്ലാം ഓരോരോ കാൻഡിഡേറ്റ് കീസ് ആണ്. ഓക്കെ, നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യണം, സോ ദാറ്റ് അത് ആ ടേബിളിൻ്റെ പ്രൈമറി കീ ആണ്. സോ നമ്മളെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്താൽ അതിൻ്റെ ഉപയോഗം എന്താണ്? അതൊരിക്കലും നള്ളാവാൻ പാടില്ല. ഓക്കെ, അത് യുണീക്ക് ആയിരിക്കണം. അതായത് ഇപ്പോൾ 1 ID ആണ് നമ്മളിവിടെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഈ ഐ ഡി ഒരു കാരണവശാലും 0 ആവാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് ബി യുണീക്ക് എന്ന് പറഞ്ഞാൽ 1 വന്നു കഴിഞ്ഞാൽ പിന്നെയും 1 വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി 1, 2, 3 യുണീക്ക് ആയിരിക്കണം. നമുക്ക് റിപ്പീറ്റേഷൻ പറ്റില്ല. പ്രൈമറി കീസ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി യുണീക്ക് ആൻഡ് നോട്ട് നൾ, 0 ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ടേബിളിൽ ഒരു പ്രൈമറി കീ അലൗഡ് ഉള്ളൂ. ഒരു ടേബിളിൽ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീസ് പറ്റും, പക്ഷേ കാൻഡിഡേറ്റ് കീസിൽ നിന്ന് ഒരു പ്രൈമറി കീ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ ഒരെണ്ണമേ പാടുള്ളൂ. നോ മോർ ദാൻ 1 പ്രൈമറി കീ, ഇറ്റ്സ് സ്ട്രിക്റ്റ്. ഓക്കെ, അടുത്തതാണ് ഓൾട്ടർനേറ്റ് കീ. സോ നമ്മളിപ്പോൾ ഒരു പ്രൈമറി കീയെ നമ്മൾ സെലക്ട് ചെയ്തു, കാൻഡിഡേറ്റ് കീസിൽ നിന്ന് ഐ ഡിയെ സെലക്ട് ചെയ്തു. നമുക്ക് വേറെയും കുറച്ച് കാൻഡിഡേറ്റ് കീസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? നെയിം ഉണ്ടായിരുന്നു, ഇമെയിൽ ഉണ്ടായിരുന്നു, അല്ലേ? സോ ഇതിനെയാണ് ഓൾട്ടർനേറ്റ് കീ എന്ന് പറയുന്നത്. പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന കീസിനെയാണ്, ബാക്കി വന്ന വെറും കീസ് അല്ല, ബാക്കി വന്ന കാൻഡിഡേറ്റ് കീസിനെയാണ് ഓൾട്ടർനേറ്റ് കീസ് എന്ന് പറയുന്നത്. സോ ഈ കാൻഡിഡേറ്റ് കീസിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തിയാൽ ബാക്കിയും കാൻഡിഡേറ്റ് കീസ് ഉണ്ട് ആ സെക്ഷനിൽ. സോ അവരെ എല്ലാം കൂടെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് കീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫോറിൻ കീ. സോ പ്രൈമറി കീ പോലെ തന്നെ നമ്മൾ കേട്ട് പരിചയിച്ച ഒരു കീ ആണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. ഒരു ടേബിളിലെ ഒരു പ്രൈമറി കീ മറ്റൊരു ടേബിളിൽ പോയി അതിനെ ഫോറിൻ കീ ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇത് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് പലർക്കും തോന്നാം. അതായത് നമ്മളുടെ ഒരു ടേബിൾ ഉണ്ട്, ഐ ഡി ആൻഡ് നെയിം. ഇത് യൂസേഴ്സ് ടേബിളാണ്. സപ്പോസ് വേറൊരു ടേബിൾ ഉണ്ട്, ഓർഡേഴ്സ് ടേബിൾ. യൂസേഴ്സ് ടേബിളിൽ 1, 2, 3, 4, നെയിം എ, ബി, സി ആൻഡ് ഡി. ഓർഡേഴ്സ് ടേബിളിൽ ഐ ഡി ഉണ്ട്, ഇവിടെ ഒരു യൂസർ ഐ ഡി ഉണ്ട്, ഇവിടെ പ്രോഡക്റ്റ് ഉണ്ട്. സോ ഇവിടെ 1, 2, 3, 4, 2, 3, 1, 4. പ്രോഡക്റ്റ് മൗസ്, കീബോർഡ്, സോ ആൻഡ് സോ. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിളിൽ യൂസേഴ്സ് ടേബിളിലെ ഐ ഡി ബിക്കംസ് ഫോറിൻ കീ ഇൻ ഓർഡേഴ്സ് ടേബിൾ. കാരണം ഐ ഡി 1 എന്ന് പറയുന്ന നെയിം ആരുടെയാണ്? 1 എന്ന് പറയുന്നത് യൂസർ ഐ ഡി, എ എന്ന് പറയുന്ന യൂസർ,
ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ഏതാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ടേബിളിലെ ആട്രിബ്യൂട്ട് മറ്റൊരു ടേബിളിൽ റെഫർ ചെയ്യുകയാണ്. അതായത് ഈ ടേബിളിലാണ് ആളുടെ ശരിക്കുള്ള ഡീറ്റെയിൽസ്, പക്ഷേ മറ്റേ ടേബിളിൽ അതൊരു റെഫറൻഷ്യൽ കീ ആയിട്ട് യൂസ് ചെയ്തു, സോ ദാറ്റ് ഇതിനകത്തെ നമുക്ക് വാല്യൂസ് എടുക്കാൻ പറ്റും. സോ ഇതിനു വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. എന്ന് പറഞ്ഞാൽ ഈ യൂസേഴ്സ് ടേബിളിലെ ID എന്ന് പറയുന്നത് ഇപ്പോൾ 5 ആണെന്ന് വിചാരിക്കുക. ഈ 5-ന് ഇവിടെ ഒരു എൻട്രി ഇല്ല, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇതിനകത്ത് 6 എന്ന് പറയുന്ന UID ഉണ്ടെങ്കിൽ there should be an entry in users table. ഓക്കെ, കാരണം ഇവിടെ 6 എന്ന് പറയുന്ന ID ഉണ്ട്, പക്ഷേ യൂസേഴ്സ് ടേബിളിൽ അങ്ങനെ ഒരു ഐഡിയേ ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. കാരണം അപ്പം നമുക്ക് എറർ അടിക്കും. റെഫറൻഷ്യൽ കൺസ്ട്രെയിൻസ് എറർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡേറ്റാബേസിൽ എറർ അടിക്കാറുണ്ട്. അതെന്തിനാണ്? ഫോറിൻ കീയുടെ യൂസേജ് മീൻസ് ഇറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഫോറിൻ കീസ് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി നമുക്ക് 5 കീസ് ആണുള്ളത്: സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ഓൾട്ടർനേറ്റ് കീ ആൻഡ് ഫോറിൻ കീ. സോ ടോട്ടൽ 5 കീസ് ആണ് DBMSൽ ഉള്ളത്. സോ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ അല്ലെങ്കിൽ ER മോഡൽ. വിഷ്വലി നമുക്ക് കാണാം, നമുക്ക് എപ്പോഴും പിക്ചേഴ്സാണ് നമുക്ക് എപ്പോഴും അണ്ടർസ്റ്റാൻഡബിൾ വേ ഓഫ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡേറ്റാബേസിൽ ഡേറ്റാസൊക്കെ കുറേ അറേഞ്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നമുക്കതൊരു ഡയഗ്രമാറ്റിക്കലി കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സോ അട്രാക്റ്റീവ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആണ് ഡയഗ്രാം വെച്ച് കണ്ടു കഴിഞ്ഞാൽ. അതിനുവേണ്ടി നമ്മൾ വിഷ്വലി ആ ഒരു റിലേഷൻഷിപ്സും ആ ഒരു ഡേറ്റാസും ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ER മോഡൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടു വിഷ്വലി റെപ്രസെൻറ്റ് ഡേറ്റ ആൻഡ് റിലേഷൻഷിപ്സ് ഇൻ എ ഡേറ്റാബേസ്. ഈ പറഞ്ഞ ഫോറിൻ കീ കാര്യങ്ങളും ആട്രിബ്യൂട്ട്സും ടപ്പിളും റിലേഷൻഷിപ്സും ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ER മോഡൽ വഴി ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ER മോഡൽ എന്ന് അറിയുന്നതിന് മുൻപേ ഇതിനകത്ത് കുറച്ച് ടേംസ് ഉണ്ട്. സോ ഈ ടേംസ് എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിപ്പോൾ സ്റ്റുഡൻറ്റ്. സോ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് സ്റ്റുഡൻറ്റ്. പക്ഷേ അതിന് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. നെയിം ആകാം, ഏജ് ആകാം, ആളുടെ ഗ്രാജുവേഷൻ ആവാം, അല്ലെങ്കിൽ കോഴ്സ് ആവാം, എന്തുവാകാം. സോ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എൻറ്റിറ്റി. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ എൻറ്റിറ്റീസ് തമ്മിലുള്ള കണക്ഷൻ. ദാറ്റ് മീൻസ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഒരു എൻറ്റിറ്റിയാണ്, ടീച്ചർ ഒരു എൻറ്റിറ്റിയാണ്. ഇവർ തമ്മിലുള്ള കണക്ഷനെ കാണിക്കുന്നതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ടീച്ചറാണോ, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസിന് ഒരു ടീച്ചറാണോ. സോ ഈ ഒരു കണക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ റിലേഷൻഷിപ്സ് യൂസ് ചെയ്യുന്നത്. ഒരു ER ഡയഗ്രാം വരയ്ക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുകൂടെ അറിഞ്ഞിരിക്കണം. അതായത് ഷേപ്സ് ഏതൊക്കെയാണ്. എൻറ്റിറ്റീസ് നമ്മൾ പൊതുവെ റെക്റ്റാങ്കിൾസ് ഷേപ്പിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ അത് ഇവിടെ വരയ്ക്കണം, റെക്റ്റാങ്കിളിനകത്ത് വേണം വരയ്ക്കാനായിട്ട്. നെക്സ്റ്റ് ഇസ് ആട്രിബ്യൂട്ട്സ്. സ്റ്റുഡൻറ്റിനുള്ള ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഓവൽ ഷേപ്പിലാണ് വരയ്ക്കുന്നത്. സ്റ്റുഡൻറ്റിന് ഇപ്പോൾ നെയിം ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ഓവൽ ഷേപ്പ്. ഇമെയിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ഓവൽ ഷേപ്പ്. ഇനിയുള്ളത് റിലേഷൻഷിപ്സ് ആണ്. ഇപ്പം സ്റ്റുഡൻറ്റും ഇമെയിലും സ്റ്റുഡൻറ്റും പ്രോഡക്റ്റും അല്ലെങ്കിൽ ടീച്ചറും തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ ഡയമണ്ട് ഷേപ്പിലാണ് നമ്മൾ റിലേഷൻഷിപ്സ് കാണിക്കേണ്ടത്. ഇനി ഓരോ എൻറ്റിറ്റീസിനും റിലേഷൻഷിപ്സും വെച്ച് നമ്മൾ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ സ്റ്റുഡൻറ്റ് ഇവിടെ ടീച്ചർ ഉണ്ടെങ്കിൽ 1 to 1 ആണോ അല്ലെങ്കിൽ ഹാസ് മെനി ആണോ എന്നുള്ള റിലേഷൻഷിപ്പ് നമ്മളിവിടെ ഡയമണ്ടിനകത്താണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. സോ entity should be in rectangles, attributes should be in ovals, relationships should be in diamonds. പിന്നെ ലൈൻസ് യൂസ് ചെയ്ത് നമ്മളിവരെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കൊരു ER മോഡൽ കാണാം. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് കോഴ്സ് എൻറോൾമെൻറ്റ് സിസ്റ്റമാണ്. സ്റ്റുഡൻറ്റിന് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സ്റ്റുഡൻറ്റ് ID ആണ് പ്രൈമറി കീ. കോഴ്സിന് പ്രൈമറി കീ കോഴ്സ് ID ആണ്. എൻറോൾമെൻറ്റ് ഉണ്ട്. എൻറോൾമെൻറ്റും അതിൻ്റേതായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സിന് എൻറോൾ ചെയ്യുന്നു, അതാണ് അവരുടെ റിലേഷൻ. നമ്മളിപ്പോൾ ഒരു കോഴ്സ് എൻറോൾ ചെയ്യാറുണ്ട് പൊതുവെ. സോ അതാണ് ആ റിലേഷൻ കാണിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യമേ എന്തൊക്കെ റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു സ്റ്റുഡൻറ്റിന്
ഒരുപാട് കോഴ്സുകളിൽ എൻറോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സിലും ചേരാം. പാരലലി എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്താണ് സ്റ്റിച്ചിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും നമ്മളുടെ ഒരു കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ ഒരു എക്സ്ട്രാ കരിക്കുലറിൽ വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഒരു കോഴ്സിൽ ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. ഒരു കോഴ്സിൽ നമുക്കറിയാം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ മോർ ദാൻ 1 സ്റ്റുഡൻസ്, സോ ഇറ്റ് ഈസ് മെനി സ്റ്റുഡൻസ്. അല്ലെങ്കിൽ 1 കോഴ്സ് ടു മെനി സ്റ്റുഡൻസ്, 1 to many. ഓക്കെ, അപ്പം ഒരു സ്റ്റുഡൻറ്റും ഒരു കോഴ്സും എന്ന് പറയുന്നത്, ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് കോഴ്സുകളിൽ ചേരാം. ദാറ്റ് ഈസ് മെനി ടു മെനി റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഇനി എന്താണ് റിലേഷൻഷിപ്പ് ഡീറ്റെയിൽസ്? റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സിന് എൻറോൾ ചെയ്യുന്നു. സോ റിലേഷൻഷിപ്പ് ഇസ് എൻറോളിങ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സിന് എൻറോൾ ചെയ്യുന്നു. നമ്മളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മെനി ടു മെനി ആണ്. ഒരു സ്റ്റുഡൻറ്റിന് ഒന്നിൽ കൂടുതൽ കോഴ്സിൽ എൻറോൾ ചെയ്യാം, ഒരു കോഴ്സിൽ ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസും വരാം. ഓക്കെ, സോ നമ്മളിത് ഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മളൊരു ട്രയാങ്കിളിനകത്താണ്, ട്രയാങ്കിൾ അല്ല, റെക്റ്റാങ്കിളിനകത്താണ് നമ്മളുടെ എൻറ്റിറ്റീസ് മാർക്ക് ചെയ്യേണ്ടത്. സ്റ്റുഡൻറ്റ് ഒരു എൻറ്റിറ്റി, കോഴ്സ് ഒരു എൻറ്റിറ്റി, എൻറോൾമെൻറ്റ് ഒരു എൻറ്റിറ്റി. സോ ഇനിയും ഇത് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആട്രിബ്യൂട്ട്സ് വരയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിനടിയിലടിയിലായിട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഒരു സ്റ്റുഡൻറ്റ് കോഴ്സിന് എൻറോൾ ചെയ്യുന്നു, എൻറോൾമെൻറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ എൻറോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസിന് ഒന്നിൽ കൂടുതൽ കോഴ്സിനും കൊടുക്കാം, ഒന്നിൽ കൂടുതൽ കോഴ്സ് ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻറ്റിനും അറ്റൻഡ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മളൊരു ER മോഡൽ വരയ്ക്കുന്നത്. ഈ ഒരു ഡയമണ്ട് ഷേപ്പിനകത്താണ് നമ്മളുടെ റിലേഷൻ എഴുതുന്നത്. റിലേഷൻ ഈസ് എൻറോളിങ്, കാരണം ഒരു സ്റ്റുഡൻറ്റ് ഒരു കോഴ്സിന് എൻറോൾ ചെയ്യുന്നു. സോ അതാണ് അവിടെ യൂസ് ചെയ്യുന്ന റിലേഷൻ. സോ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നോർമലൈസേഷൻ, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഈ പറഞ്ഞ പോലെ ഡേറ്റാസിനെയോ ഇൻഫോർമേഷനെയോ ഒക്കെ നമ്മൾ ടേബിൾസിലോ ഡേറ്റാബേസിലോ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ചില ഡേറ്റാസ് റിപ്പീറ്റഡ് ആയിട്ട് വരാം, ചിലത് കോമായിട്ട് വരാം. അതായത് ഇപ്പം 1 1 1 അനു അനു അനു, ഇത് ശരിക്കും നോർമലൈസ്ഡ് ടേബിൾ അല്ല. നമുക്കെപ്പോഴും റിപ്പീറ്റേഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനാവശ്യമായ ഡേറ്റാസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കണം. സോ ആ ടെക്നിക്കിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഡേറ്റയ്ക്കകത്ത്, നമ്മളുടെ ഡേറ്റാബേസിനകത്തെ ടേബിൾസിനകത്തെ ഡേറ്റയെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ടെക്നിക്കാണ് നോർമലൈസേഷൻ. എന്തിനാണ് നോർമലൈസേഷൻ ചെയ്യുന്നത്? ടു റെഡ്യൂസ് റിഡൻഡൻസി. റിഡൻഡൻസി മീൻസ് ഡ്യൂപ്ലിക്കേഷൻ ആവാം, ഡേറ്റയുടെ മാനിപ്പുലേഷൻസ് ആവാം, അല്ലെങ്കിൽ അനാവശ്യമായ ഡേറ്റ നമ്മളുടെ ഡേറ്റാബേസിൽ വേണ്ടാത്ത ഒരു ഡേറ്റ ആയിരിക്കാം. ചിലപ്പോൾ HTML കണ്ടന്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ ഡേറ്റാബേസിൽ കയറാറുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി മാനേജ് ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഒരു നോർമലൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു സിംഗിൾ സ്റ്റെപ്പ് അല്ല. സോ ഇറ്റ് ഇൻവോൾവ്സ് മെനി ഫോംസ്. സോ നമുക്ക് ബേസിക്കലി ഉള്ളത് ഫസ്റ്റ് നോർമൽ ഫോം, ദാറ്റ് ഇസ് 1NF, second normal form, that is 2NF, third normal form, that is 3NF, BCNF, fourth normal form and 5 normal form. So നമുക്ക് basically ഉള്ളത് 6 നോർമൽ ഫോംസ് ആണുള്ളത്. സോ ഓരോ നോർമൽ ഫോംസും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഫസ്റ്റ് നോർമൽ ഫോം ആണ്. ഓരോ കോളത്തിനകത്തും, കോളം ഇൻ ദ സെൻസ് ഇതിനെയാണ് കോളം എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ആട്രിബ്യൂട്ട്സിനെ അണ്ടറിലുള്ളതിനെയാണ് കോളം എന്ന് പറയുന്നത്. ഇതൊരു കോളമാണ്, ഇതൊരു കോളമാണ്, ഇതൊരു കോളമാണ്. ഓരോ കോളത്തിൻ്റെയും അകത്ത് അറ്റോമിക് വാല്യൂസ് ആയിരിക്കണം. അറ്റോമിക് എന്ന് പറഞ്ഞാൽ ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു എക്സാമ്പിൾ കാണാം. റോൾ നമ്പർ 1, സബ്ജക്ട്സ് മാത്ത്, ഇംഗ്ലീഷ്. ഇത് അറ്റോമിക് അല്ല. സോ നമുക്ക് വേണ്ടത് അറ്റോമിക് വാല്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ 1 അഗൈൻസ്റ്റ് മാത്ത്, അടുത്ത 1 അഗൈൻസ്റ്റ് വേണം ഇംഗ്ലീഷ് കൊടുക്കാൻ. മാത്ത് ഇട്ട് ഇംഗ്ലീഷ് കൊടുക്കാൻ പറ്റില്ല. ഒരു കോളത്തിനകത്ത് അറ്റോമിക് വാല്യൂസ് ആയിരിക്കണം. റിപ്പീറ്റിംഗ് ഗ്രൂപ്പ്സോ അറേസോ ഒന്നും തന്നെ ടേബിൾസിൽ കോളംസിൽ ഉണ്ടാവാൻ പാടില്ല. സോ അതിനെയാണ്
ഫസ്റ്റ് നോർമൽ ഫോം എന്ന് പറയുന്നത് ഫസ്റ്റ് നോർമൽ ഫോം ഇത് ഫസ്റ്റ് നോർമൽ ഫോം അല്ല, അതിനെ കൺവേർട്ട് ചെയ്ത് ഫസ്റ്റ് നോർമൽ ഫോം ആക്കിയതാണ് ദിസ് വൺ. ഓക്കെ, നെക്സ്റ്റ് ഈസ് സെക്കൻഡ് നോർമൽ ഫോം. സെക്കൻഡ് നോർമൽ ഫോമിൽ ഓർത്തിരിക്കേണ്ടത് നോ പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ നോൺ കീ ആട്രിബ്യൂട്ട്, അതായത് കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അത് ഇറ്റ് ഷുഡ് ഡിപ്പെൻഡ്സ് ഓൺ പാർട്ട് ഓഫ് കോമ്പോസിറ്റ് കീ എന്ന് പറഞ്ഞാൽ അതിനെയാണ് പാർഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു ടേബിളിനകത്ത് സ്റ്റുഡൻറ്റ് ഐ ഡി, കോഴ്സ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, കോഴ്സ് നെയിം ആൻഡ് ഇൻസ്ട്രക്ടർ. സോ കോമ്പോസിറ്റ് കീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നോ ഒന്നിലധികമോ കീസിനെ നമ്മളൊരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ സ്റ്റുഡൻറ്റ് ഐ ഡിയും കോഴ്സ് ഐ ഡിയും ഒരു കോമ്പോസിറ്റ് കീ ആണ്, കോമ്പിനേഷൻസ് ഓഫ് കീസ് ആണ്. സോ സ്റ്റുഡൻറ്റ് ഐ ഡി സ്റ്റുഡൻറ്റ് നെയിമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കോഴ്സ് ഐ ഡി കോഴ്സ് നെയിമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഇവർ തമ്മിൽ വേറെ റിലേഷൻസ് ഒന്നുമില്ല. അതായത് ഈ ഒരു ടേബിളിനകത്ത് സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്നത് കോഴ്സ് നെയിമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ അവരെയും ഇവരിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് പാടില്ല. ദിസ് ഈസ് പാർഷ്യൽ ഡിപ്പെൻഡൻസി. അപ്പോൾ നമ്മൾ എങ്ങനെ മാറ്റണം? സ്റ്റുഡൻറ്റ് ഐ ഡിയും സ്റ്റുഡൻറ്റ് നെയിമും തമ്മിലാണ് കണക്ഷൻ ഉള്ളത്, അവരെ ഒരു ടേബിളിലാക്കുക. കോഴ്സ് ഐ ഡി, കോഴ്സ് നെയിമും കോഴ്സ് ഇൻസ്ട്രക്ടറും ഇവരെയാണ് ഡിപ്പെൻഡായിട്ട് നിൽക്കുന്നത്, ഇവരെ ഒരിടത്താക്കുക. പിന്നെ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിച്ചാൽ മതി യൂസിങ് സ്റ്റുഡൻറ്റ് ഐ ഡി ആൻഡ് കോഴ്സ് ഐ ഡി. സ്റ്റുഡൻറ്റ് ഐ ഡി 1 ഉള്ളത് കോഴ്സ് ഐ ഡി 1 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് ഐ ഡി 1 എഗെയിൻ കോഴ്സ് ഐ ഡി 2 യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് ഐ ഡി 2 കോഴ്സ് ഐ ഡി 1. സോ ഇങ്ങനെ ആയിരിക്കണം. അതായത് തമ്മിൽ റിലേഷൻഷിപ്സ് ഇല്ലാത്തവരെ ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്യണമെന്നില്ല. ദാറ്റ് ഈസ് നോ പാർഷ്യൽ ഡിപ്പെൻഡൻസി. ദാറ്റ് ഈസ് നോർമലൈസേഷൻ ഇൻ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ സെക്കൻഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓർത്തിരിക്കേണ്ട വേർഡ് ഈസ് പാർഷ്യൽ ഡിപ്പെൻഡൻസി ഇല്ല. സോ ഇതാണ് സെക്കൻഡ് നോർമൽ ഫോം. ആൻഡ് ദ തേർഡ് വൺ ഈസ് തേർഡ് നോർമൽ ഫോം. തേർഡ് നോർമൽ ഫോമിലുള്ളതാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ നോൺ കീ ആട്രിബ്യൂട്ട്സ് എല്ലാവരും തന്നെ പ്രൈമറി കീയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. പ്രൈമറി കീയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാവുള്ളൂ. നോൺ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ അല്ലാത്ത ആട്രിബ്യൂട്ട്സ്. സോ അവരെല്ലാവരും തന്നെ പ്രൈമറി കീയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. പ്രൈമറി കീയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ടേബിളിൽ സ്റ്റുഡൻറ്റ് ഐ ഡി 1 ആണ്, നെയിമുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡൻറ്റ് നെയിം എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സ്റ്റുഡൻറ്റ് ഐ ഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡി എന്ന് പറയുന്നതും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സ്റ്റുഡൻറ്റ് ഐ ഡിയെ. കാരണം സ്റ്റുഡൻറ്റ് ഐ ഡി 1 ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്? ഡിപ്പാർട്ട്മെൻറ്റ് 1. സ്റ്റുഡൻറ്റ് ഐ ഡി 2 ഡിപ്പാർട്ട്മെൻറ്റ് 1. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റിലേഷൻ കൊടുത്തിരിക്കുന്നത്. അടുത്തത് എന്താണ്? ഇവർ രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സ്റ്റുഡൻറ്റ് ഐ ഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം തേർഡ് നോർമൽ ഫോം എന്ന് പറയുന്നത് ഈ പ്രൈമറി കീയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആര്? ദിസ് വൺ, ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് നെയിം. അതായത് ഒരു അതർ കീ ആണ്, അത് സ്റ്റുഡൻറ്റ് ഐ ഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ സ്റ്റിൽ ആ ആൾ ഈ ടേബിളിലുണ്ട്. അത് പാടില്ല. ഓക്കെ, സോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മുറിക്കണം. അപ്പം ഇതൊരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയാണ് എന്ന് പറഞ്ഞാൽ എ ഡിപ്പെൻഡ്സ് ഓൺ ബി, ബി ഡിപ്പെൻഡ്സ് ഓൺ സി. പക്ഷേ ഈ ആൾ ഈ ഒരു സി ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയാണ്. സോ അത് നമ്മൾ മാറ്റണം. അത് മാറ്റാനായിട്ടാണ് എന്ത് ചെയ്തു? സ്റ്റുഡൻറ്റ് ഐ ഡിയെയും സ്റ്റുഡൻറ്റ് നെയിമിനെയും ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡിയെയും ഒരു ടേബിളിലാക്കി, ഡിപ്പാർട്ട്മെൻറ്റ് ഐ ഡിയെയും ഡിപ്പാർട്ട്മെൻറ്റ് നെയിമിനെയും ഒരു ടേബിളിലാക്കി. സോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി നമ്മൾ ഒഴിവാക്കി. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ പ്രൈമറി കീയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം ബാക്കി എല്ലാവരും. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്ന് പറയുന്ന പ്രൈമറി കീ ആയ സ്റ്റുഡൻറ്റ് ഐ ഡിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആളെ ആ ടേബിളിൽ വെക്കേണ്ട ആവശ്യമില്ല. ആളെ നമ്മൾ വേറൊരു ടേബിളിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് മാറ്റണം. സോ അതിനെയാണ് തേർഡ് നോർമൽ ഫോം എന്ന് പറയുന്നത് നോ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് BCNF. BCNF ഇസ് ബോയ്ക്കോട്ട് നോർമൽ ഫോം എന്നാണ് ഇതിൻ്റെ ഫോം വരുന്നത്. സോ BCNF എന്ന് പറയുന്നത് 3NFൻ്റെ ഒരു സ്ട്രോങ്ങർ വേർഷനാണ്. ദാറ്റ് ഈസ്
എവറി ഡിപ്പെൻഡൻസി എക്സ് വൈയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് അവിടുത്തെ കാൻഡിഡേറ്റ് കീ ആണ്. കാൻഡിഡേറ്റ് കീ ആയിരിക്കണം. ഇതിനെ ഡിറ്റർമിനൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ എക്സിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനൻ്റ്. അത് കാൻഡിഡേറ്റ് കീ അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ വയലേഷൻ. അത് തെറ്റാണ്, അത് മാറ്റണം എന്നാണ്. അതിനെയാണ് BCNF എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെയിം ആസ് 3NF. 3NF പക്ഷേ കുറച്ചൊരു അയഞ്ഞു കിടക്കുന്ന നോർമലൈസേഷൻ ഫോമാണ്. എന്ന് വെച്ചാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ BCNF എന്ന് പറയുന്നത് 3NFൻ്റെ തന്നെ സ്ട്രോങ്ങർ വേർഷനാണ്. പ്രൊവൈഡഡ് എക്സ് വൈയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കാൻഡിഡേറ്റ് കീ. ഇഫ് ഡിറ്റർമിനൻ്റ് ഇസ് നോട്ട് കാൻഡിഡേറ്റ്, ദാറ്റ് വയലേഷൻ ആണ്. BCNFനൊരു വയലേഷൻ ആണ്. നെക്സ്റ്റ് ഇസ് ഫോർത്ത് നോർമൽ ഫോം 4NF. ഇതിനകത്ത് നമ്മളുള്ളതാണ് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസി. എന്ന് പറഞ്ഞാൽ ഒരു കീ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് മൾട്ടി വാല്യൂസിനെ ഡിറ്റർമൈൻ ചെയ്യരുത്. ഓക്കെ, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഒരു കീ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ID തന്നെയാണെങ്കിൽ ആ ID ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് മൾട്ടി വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇതാണ് ഫോർത്ത് നോർമൽ ഫോം പറയുന്നത്. സോ നമുക്ക് ബേസിക്കലി 3NF വരെയാണ് കൂടുതലും എക്സാംസിന് ചോദിക്കാറ്. പക്ഷേ അറിഞ്ഞിരിക്കണം ബേസിക് കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത്. ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ഫിഫ്ത്ത് നോർമൽ ഫോം അല്ലെങ്കിൽ 5NF എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ജോയിൻ ഡിപ്പെൻഡൻസി. എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിനെ നമുക്ക് ഇനിയും ഡീകമ്പോസ് ചെയ്ത് ടേബിൾസ് ആക്കി മാറ്റാൻ പറ്റരുത്. എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ടേബിളുണ്ട്. S1 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 P1 P1 P2 T1 T2 T3 ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ഇതിപ്പം ഇത്രയും കോളംസ് ഉള്ള ഒരു ടേബിളാണ്. സോ ഈ ഒരു ടേബിളിനെ നമുക്ക് വേണമെങ്കിൽ ഇനിയും ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ്? S1 P1 ഇങ്ങനെ വേണമെങ്കിൽ മാറ്റാം. പിന്നെന്താണ്? P1 T1 എന്ന് മാറ്റാം. ഇങ്ങനെ മാറ്റാം. ഇനിയും നമുക്ക് ഈ ടേബിളിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുപോലെയുള്ള ഫോർമാറ്റിലായിരിക്കണം പ്രൊവൈഡഡ് വിത്തൗട്ട് ലോസിങ് ഇൻഫോർമേഷൻ. ഒരു ഡേറ്റ പോലും നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ഒരു ടേബിളിനെ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് സ്മോളർ ടേബിൾസ് ആക്കാൻ പറ്റണം വിത്തൗട്ട് ലൂസിങ് ഇൻഫോർമേഷൻ. അതിനെയാണ് 5NF എന്ന് പറയുന്നത്. നോ ജോയിൻ ഡിപ്പെൻഡൻസ്. അതായത് ഈ ഒരു ടേബിളിൽ നമുക്ക് കുറേ ജോയിൻ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. S1 P1നെ ഡിപ്പെൻഡ് ചെയ്യുന്നു, P1 T1നെ ഡിപ്പെൻഡ്. സോ കോളംസ് തമ്മിൽ ജോയിൻസ് ഉണ്ട്. സോ ആ ജോയിൻസ് ഇല്ലാതെ ആയിട്ടുള്ള ഫോമാണ് ഫിഫ്ത്ത് നോർമൽ ഫോം എന്ന് പറയുന്നത്. സോ നമുക്ക് ബേസിക്കലി ഉള്ള നോർമലൈസേഷൻ ടെക്നിക്സിൽ പ്രധാനമായിട്ടുള്ളത് ഫ്രം 1NF to 5NF ആണ്. ബിറ്റ്വീൻ ഒരു BCNF ഉണ്ട്. സോ ഓരോന്നും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊരു സമ്മറി ടേബിൾ നമുക്ക് നോക്കാം. സോ 1NF എന്ന് പറയുന്നത് റിപ്പീറ്റിംഗ് ഗ്രൂപ്പ്സിനെ ഒഴിവാക്കാനാണ്. സോ ഇപ്പോൾ മാത്സ് ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ എഴുതാൻ പാടില്ല. മാത്സ് ഒരു ടേബിൾ ഒരു എൻട്രി, ഇംഗ്ലീഷ് അടുത്ത എൻട്രി. ആൻഡ് 2NF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാർഷ്യൽ ഡിപ്പെൻഡൻസി ആണ്. 3NF ഈസ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി. BCNF എന്ന് പറഞ്ഞാൽ നോൺ കീ ഡിറ്റർമിനൻറ്റ്. അതായത് വേറെ ഒരു നോൺ കീയെ അത് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. 4NF ഈസ് മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി. 5NF ഈസ് ജോയിൻ ഡിപ്പെൻഡൻസി. ഇതിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് ഓരോ നോർമൽ ഫോംസും. സോ ഈ ഒരു ടേബിൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് MCQs അല്ലെങ്കിൽ PYQs അല്ലെങ്കിൽ എക്സാം ബേസ്ഡ് ആയിട്ട് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. സോ ഓരോന്നും എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ വേണം. 1NF എന്താ ചെയ്യുന്നത്, 2NF എന്താ ചെയ്യുന്നത്. സോ ഓരോ നോർമലൈസേഷൻ ഫോംസും എന്തിനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ DBMS അഥവാ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കീസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് ആസ് വെൽ ആസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോർമലൈസേഷൻ ടെക്നിക്സ്. ഏതൊക്കെ നോർമലൈസേഷൻ ടെക്നിക്സ് ഉണ്ട്, ഓരോന്നും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഏണസ്റ്റ് അക്കാഡമി പുതിയൊരു ബാച്ച്, പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രോഗ്രാമർ ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന തസ്തികകളിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്
താഴെ കാണുന്ന ഗൂഗിൾ ഫോമിലോ സ്ക്രീനിൽ തെളിയുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ സീറ്റുകൾ എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുക. താങ്ക് യു. ആൻഡ് അടുത്തൊരു സെഷനിൽ കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.